ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ വളരെയേറെ സന്തോഷമുണ്ട്. എന്നോടൊപ്പം റിട്ടയർ ചെയ്യുന്ന ഞങ്ങളുടെ ഇതേ സീറ്റിൽ എന്തെങ്കിലും ഒരിക്കൽ വരാനിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, സത്യത്തിൽ കഴിഞ്ഞ 3-4 മാസമായിട്ട് ഈ റിട്ടയർമെൻറ്റിൻ്റെ പേര് വേദിയിലിരിക്കാനായിട്ട് ഭാഗ്യം ലഭിച്ചവരാണ് നിങ്ങൾ 3 പേരും. അപ്പം പലപ്പോഴും പലരും പറയാറുള്ളത് ഞങ്ങൾ നല്ലവണ്ണം യുദ്ധം ചെയ്തതിനെക്കുറിച്ചും നല്ല ഓട്ടം പൂർത്തിയാക്കിയതിനെക്കുറിച്ചും നീതിയുടെ കിരീടം ഞങ്ങളുടെ തലയിലേക്ക് വന്നതിനെക്കുറിച്ചുമാണ് പലരും പറയാറുള്ളത്. അപ്പോൾ വളരെയേറെ സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് വലിയ അത്ഭുതം തോന്നിയില്ല. കാരണം ഇതുവരെ കേട്ടതിൻ്റെ ഒരു തുടർച്ച മാത്രമാണ് എന്ന് എനിക്ക് സംശയമില്ല. പ്രിയപ്പെട്ടവരെ, ഒരു 10-24 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെല്ലാവരും മീറ്റിങ്ങിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങളെക്കാളൊക്കെ ചെറുപ്പമുള്ള ആളാണെന്ന് സ്വയം വിശ്വസിച്ചിരുന്നയാളാണ് ഞാൻ. അപ്പോൾ ആ നിങ്ങളുടെ മുമ്പിൽ ഇന്നും സുന്ദരിമാരും സുന്ദരന്മാരുമായിട്ട് എൻ്റെ മുമ്പിൽ നിൽക്കുന്ന നിങ്ങളുടെ മുമ്പിൽ ഒരു വയസ്സനായിട്ട് റിട്ടയർ ചെയ്ത് പിടിക്കുമ്പോഴത്തിന് ഒരല്പം ജാഗ്രത തോന്നുന്നുള്ളത് കാര്യത്തിൽ എനിക്ക് സംശയമില്ല. പിന്നെ നിങ്ങൾ പലപ്പോഴും പല കാര്യങ്ങളിലും ഞങ്ങളെല്ലാവരും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം 2 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഏപ്രിൽ 1-ാം തീയതി ആ ദിവസത്തിൻ്റെ പ്രത്യേകത കണക്കിലിട്ട് ഞാൻ എൻ്റെ ഫോട്ടോ ഇട്ടിട്ട് അതിൻ്റെ താഴെ ഇന്ന് സർവീസിൽ നിന്ന് വിരമിക്കുന്ന സാറ് ആശംസകളെന്ന് അയച്ചിരുന്നു. അതിൻ്റെ താഴെ ഒരുപാട് പേര് എനിക്ക് ആശംസകൾ 2 വർഷം മുമ്പേ തന്നെ നൽകുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ ആശംസകൾ ഒരുപാട് വർഷം മുമ്പേ സ്വീകരിക്കുന്നയാളാണ് ഞാൻ. അതുപോലെ തന്നെ 2 വർഷങ്ങൾക്ക് മുമ്പ് ഏതാണ്ട് 24-ാം തീയതി നമ്മുടെ വാല്യുവേഷൻ ക്യാമ്പ് കഴിഞ്ഞതിന് ശേഷം തൊട്ടടുത്ത ദിവസം ജീവിതത്തിൽ നിന്ന് തന്നെ വിരമിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാനൊരു മേജർ സർജറിക്ക് വിധേയനായിട്ടിരുന്നപ്പോഴും എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് പേര് ഒത്തിരി പ്രാർത്ഥിച്ചു. എൻ്റെ ആത്മശാന്തിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ പറയുന്നു. അതോടൊപ്പം തന്നെ ഇനിയുള്ള തുടർ ജീവിതത്തിൽ പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ പറയുന്നൊരു വാക്ക് ശിഷ്ട ജീവിതമാണ്. അപ്പം അതിൽ തന്നെ 2 കൊണ്ട് എത്തിയപ്പോൾ 1 ശിഷ്ടമാണ്. അപ്പം പൂർത്തിയാകാനായിട്ട്, അതായത് തികയാത്തതിനെ നമ്മൾ ശിഷ്ടമെന്ന് പറയുന്നത്. ശിഷ്ടജീവിതം ആസനമാകുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രാർത്ഥനകൾ ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾക്കായിട്ട് ഇവിടെ ഒരു പെസക ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ദുഃഖവെള്ളിയാഴ്ചയ്ക്ക് മുമ്പുള്ള പെസക ഇതിന് ശേഷം നമ്മൾ ഭക്ഷിക്കാനായിട്ട് തയ്യാറെടുത്തിരുന്നു. അതിന് താമസം വന്നതിൽ ക്ഷമിക്കുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. പ്രവർത്തന മണ്ഡലത്തെ അച്ചടക്കവും ആഠ്യത്വവും പുലർത്തുന്ന ഒരു മഹനീയ വ്യക്തിത്വമായിട്ടാണ് ജയപ്രകാശ് സാറിനെ കാണുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നാറുള്ളത്. മറുപടി പുസ്തകത്തിനായി ജയപ്രകാശ് സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഈ മീറ്റിംഗിൻ്റെ ആദ്യനായ അധ്യക്ഷൻ സെബാസ്റ്റ്യൻ സാറ്, മുഖ്യപ്രഭാഷണം നടത്തിയ ഷായ് സാറ്, സ്വാഗത പ്രസംഗം നടത്തിയ സാറ്, അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നതിന് എത്തിച്ച നമ്മുടെ സ്കൂളിൻ്റെ സ്കൂളിൻ്റെ അനുഗ്രഹ പ്രഭാഷണം വിജയിച്ച് രതീഷ് സാറ്, അതോടൊപ്പം ഈ വർഷം റിട്ടയർ ചെയ്യുന്ന സാബി സാറ്, വിനോദ് സാറ്, നന്ദി പ്രകാശിപ്പിക്കുന്ന ശ്രീ ജോഡി സാറ്, അതുപോലെ തന്നെ പ്രിയപ്പെട്ട സാറ്. ഞാൻ 2003-ലാണ് ഹയർ സെക്കൻഡറിയുടെ ഭാഗമാണ്. 2003-ലാണ് ആദ്യമായിട്ട് വാല്യുവേഷൻ ക്യാമ്പിൽ MG സ്കൂളിൽ വെച്ചാണ് ആദ്യമായിട്ട് വാല്യുവേഷൻ ക്യാമ്പ്. അപ്പം ഞാൻ രാവിലെ